മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്റെ മകന് ഇതര സംസ്ഥാന ലോട്ടറി മാഫിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അതിനെ നേരിട്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്റെ മകൻ ഉൾപ്പെടെ ആരെങ്കിലും ലോട്ടറി അന്വേഷണം അട്ടിമറിക്കാൻ പണം വാങ്ങുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി CBI അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള പരിഗണന മാത്രമേ അരുൺകുമാറിന് സർക്കാർ നൽകുന്നുള്ളൂ. തനിക്കെതിരായ ആരോപണങ്ങൾ നിയമപരമായി നേരിടണമെന്ന് ഞാൻ മകനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത LDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെതിരെ ഒരു കേസ് വന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അതിലെടുത്ത നിലപാടുകൾ. ബിനീഷ് ഒരു പൊതുപ്രവർത്തകൻ അല്ല, പബ്ലിക് സർവന്റും അല്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളല്ല ബിനീഷ്. ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അന്വേഷിക്കട്ടെ, ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, എത്ര ഉയർന്ന ശിക്ഷ വേണമെങ്കിലും കൊടുക്കട്ടെ. തങ്ങളുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിൽ നിയമപരമായി ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലും പാർട്ടി നേതാക്കന്മാർക്ക് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു. അത് പാർട്ടി നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇതെല്ലാം വഴിമാറി. അദ്ദേഹത്തെ സംരക്ഷിക്കലാണ് പാർട്ടിയുടെ നയം. പിണറായിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു കേരള കോൺഗ്രസ് ഒക്കെ സാധാരണ പറയുന്ന ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി അവരുടെ ബ്രാക്കറ്റിൽ അവരുടെ പേരും കൂടി കാണുമല്ലോ, അതുപോലെ ഒരു പാർട്ടി സംവിധാനമായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്.